വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണം ഒരു ഊരാക്കൊടുക്കിലാണ് പിണറായി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും എത്തിച്ചിരിക്കുന്നത്. കാരണം RSS നേതാക്കളെ ആഭ്യന്തര വകുപ്പിലെ രണ്ടാമനായ ADGP അജിത് കുമാർ കണ്ടു എന്നും അത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്നും ഉള്ള ആരോപണമാണ് അദ്ദേഹം ആരോപിച്ചത്. ഉണ്ടയില്ലാത്ത വെടിയാണിത് എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും ഒരുപാട് ഉണ്ടകളുള്ള ഒരു വെടി തന്നെയാണ് ഇത് എന്ന് വേണം കരുതാൻ. എന്തെന്ന് വെച്ചാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണം, IASകാരുടെയും IPSകാരുടെയും നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലുള്ളതാണ്. പ്രധാനമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്ന ആളുകളാണ് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ. ആഭ്യന്തര മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർവീസിലെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. അത്തരമൊരു ഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന BJPയെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന RSS നേതാക്കളെ ADGP കണ്ടു എന്ന് പറയുന്നത് നിയമപരമായി ഒരു തെറ്റല്ല. നിയമപരമായി തെറ്റല്ല എന്ന് മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കളെ ഏതു കാലത്തും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കാണാറും സംസാരിക്കാറുമുണ്ട്. പക്ഷേ കേരളം ഭരിക്കുന്നത് CPM ആയതുകൊണ്ടും RSSനെ വർഗശത്രുക്കളായി തൊട്ടുകൂടാത്തവരായി അകറ്റി നിർത്തണമെന്ന് ഇടതുപക്ഷം കരുതുന്നതുകൊണ്ടും ആ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ADGP RSS നേതാക്കളെ രഹസ്യമായി പോയി കണ്ടത് വിവാദമാണ്. ആ സാഹചര്യത്തിൽ എന്തായിരുന്നു ആ കൂടിക്കാഴ്ച, RSSുമായി എന്താണ് സംസാരിച്ചത് എന്ന് വെളിപ്പെടുത്തേണ്ടത് ഒന്നുകിൽ RSS നേതാക്കളാണ്, അല്ലെങ്കിൽ ADGP അജിത് കുമാറാണ്. RSSന്റെ സംവിധാനം അനുസരിച്ച് അവർ ഇത്തരം കാര്യങ്ങളിൽ പരസ്യ പ്രതികരണം നടത്താറില്ല. ADGP അജിത് കുമാർ ആകട്ടെ സന്ദർശനം ശരിവെച്ചതല്ലാതെ ആ സന്ദർശനത്തിൻ്റെ വിഷയം എന്തായിരുന്നെന്നോ ചർച്ച എന്തായിരുന്നെന്നോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് അജിത് കുമാർ ഈ ഒരു സന്ദർശനം നടത്തിയതെങ്കിൽ അത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. ഇപ്പോൾ പുലിവാലാണ് മുഖ്യമന്ത്രി പിണറായി പിടിച്ചിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ RSSനെതിരെ കർക്കശമായ ഒരു നിലപാട് പരസ്യമായി പറയാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ കഴിയില്ല. കാരണം നമ്മുടെ കരുവന്നൂർ കേസടക്കം, സ്വർണ്ണക്കേസടക്കം, ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ പല കേസുകളും EDയുടെയും CBIയുടെയും എല്ലാ അന്വേഷണത്തിലാണ്. മാസപ്പടി കേസടക്കം EDയുടെ അന്വേഷണത്തിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ, ജനതാദളായാലും NCP ആയാലും CPI ആയാലും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും അന്വേഷണം കഴിയട്ടെ, DGP നടത്തുന്ന അന്വേഷണം കഴിയട്ടെ, എന്നിട്ടാവാം നടപടി എന്ന നിലപാടിൽ പിണറായി വിജയൻ നിൽക്കുന്നു. മറ്റൊന്ന്, DGP ദർവേഷ് സാഹിബ് ആണ് അജിത് കുമാറിനെ കഴിഞ്ഞ ദിവസം അജിത് കുമാറിൻ്റെ മൊഴിയെടുത്തത്. ആ മൊഴി
അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ്. കവടിയാറിൽ അദ്ദേഹം നിർമ്മിക്കുന്ന ആഡംബര വീടിനെ കുറിച്ചാണ്. അദ്ദേഹത്തിനെതിരെ അൻവർ MLA ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ കുറിച്ചാണ്. അതേസമയം RSS നേതാക്കളെ കണ്ട കാര്യം കൂടി അന്വേഷണ വിഷയമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും DGPയെ പോലെ കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥന് അതേ സർവീസിലുള്ള രണ്ടാമനായ ഒരു ഉദ്യോഗസ്ഥന് RSS നേതാക്കളെ എന്തിനു കണ്ടു, അങ്ങനെ കാണാൻ പാടുണ്ടോ, നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിക്കാൻ കഴിയുമോ? അപ്പം നിയമപരമായി താൻ ചെയ്തത് തെറ്റല്ല എന്ന് അജിത് കുമാറിന് വാദിക്കാൻ കഴിയുന്ന സന്ദർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ സന്ദർശനത്തിൻ്റെ രഹസ്യ സ്വഭാവവും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണോ അജിത് കുമാർ പോയത് എന്നെല്ലാം മറുപടി പറയാൻ രണ്ടുപേർക്കേ കഴിയൂ. ഒന്ന് അജിത് കുമാറിനും മറ്റൊന്ന് മുഖ്യമന്ത്രിക്കുമാണ്. ഇവർ രണ്ടുപേരും ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ അസാധാരണമായ ഒരു നടപടിയാണ് DGP തൊട്ട് താഴെയുള്ള ലാൻഡ് ഓർഡർ ADGPയെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കുന്നത്. ഇതൊന്നും കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടാകാത്ത കാര്യമാണ്.